വി രാജേഷ് ഒരു പുലിക്കുട്ടിയാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വലിയൊരു ഒഴിപ്പിക്കൽ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. സംഘികളുടെ ബുൾഡോസറൊക്കെ അങ്ങ് യു.പിയിലേ ഓടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, യു.പി മാത്രമല്ല, ഗുജറാത്തിൽ, ആസാമിൽ, പശ്ചിമ ബംഗാളിൽ വരെ ബുൾഡോസർ ഓടുന്നത് കണ്ടിട്ടുണ്ട്. ബുൾഡോസർ ബാബ എന്ന പേര് യോഗി ആദിത്യനാഥിന് വന്ന് വീണിട്ടുമുണ്ട്. കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല, കാരണം ഇവിടെ സംഘികൾക്ക് സ്ഥാനമില്ല, കേരളം ചാണകം ചവിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങളെല്ലാം കയ്യേറി അവിടെ വാണിജ്യ സ്ഥാപനങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നവർ കരുതിയിരിക്കുക, തിരുവനന്തപുരത്ത് ഒരു പുലിക്കുട്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ മേയർ ബുൾഡോസർ രാജിന് തുടക്കം കുറിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മിണ്ടാട്ടമില്ല. കാരണം അല്ലെങ്കിൽ വടിവാളുമായിട്ട് ചാടി വീഴേണ്ടതാണ്. തിരുവനന്തപുരത്ത് പാളയത്താണ് രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരം, തിരുവനന്തപുരം മേയറുടെ നിർദ്ദേശപ്രകാരം അനധികൃതമായി സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെ സ്ഥലം കയ്യേറിയിരിക്കുന്നവരെയൊക്കെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. ബുൾഡോസർ തന്നെ വന്നു, ഇടിച്ച് നിരത്തി, കയ്യേറിയ ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. അങ്ങനെ വളരെ കൃത്യമായി തൻ്റെ വികസന ലക്ഷ്യമെന്താണ്, നഗരം എങ്ങനെയായിരിക്കണം, തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തലസ്ഥാന നഗരമാണ്. കാരണം BJPയുടെ മേയറാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ വൃത്തിയാക്കുക എന്ന ലക്ഷ്യം അഭംഗുരം സധൈര്യം നടപ്പാക്കുകയാണ് വി രാജേഷ്. കൈയടിക്കേണ്ട കാര്യമാണ്. കാരണം എത്ര കാലമായി പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു അധോലോക കേന്ദ്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. CPMൻ്റെ പിന്തുണയുള്ള ഒരു പറ്റം ആളുകൾ പാളയത്തെ മുഴുവൻ വഴികളും കയ്യേറി വഴിവാണിഭം, കടകൾ ഇറക്കി വെച്ചുണ്ടാക്കിയിട്ടുള്ള ഏച്ചുകെട്ടുകളൊക്കെ ആയിട്ട് മനുഷ്യന് നടക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ തിരുവനന്തപുരത്തെ പാളയത്തെ അങ്ങ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അവിടേക്കാണ് വി രാജേഷിൻ്റെ ബുൾഡോസർ വന്ന് പൊളിച്ചു നീക്കിയത് മാത്രമല്ല, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജേഷ് നേരിട്ട് പോയി കണ്ടിട്ട് രാജേഷ് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇവിടെ എയർ ഹോളുകൾ, അവിടെ കെട്ടിടം ഉണ്ടാക്കി, കടമുറികൾ ഉണ്ടാക്കിയിരിക്കുക, വായു കയറി ഇറങ്ങാനുള്ള സംവിധാനമില്ല, മനുഷ്യൻ ശ്വാസം മുട്ടി മരിക്കും. അങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരുപാട് അനധികൃത നിർമ്മാണങ്ങൾ അവിടെയുണ്ട്. കോഴി വളർത്തൽ, കോഴികളെയൊക്കെ അട്ടികെട്ടിയായി കൂടുകളിലിട്ട് വെച്ചിരിക്കുന്നു. മേയർ ഹെൽത്ത് ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ, ഇതിന് അനുമതിയുണ്ടോ? അനുമതിയില്ലാതെ ആർക്കും എന്തും കോർപ്പറേഷൻ്റെ പൊതുസ്ഥലങ്ങളിൽ ചെയ്യാമെന്നുള്ള ഒരു ധാരണ തിരുവനന്തപുരത്ത് CPMൻ്റെ ഗുണ്ടാഭരണത്തിൻ്റെ തണലിൽ കഴിഞ്ഞ 10 വർഷമായി തഴച്ചു വളർന്നതിൻ്റെ കടക്കലാണ് ഇന്നലെ രാജേഷിൻ്റെ ബുൾഡോസർ പാഞ്ഞ കയറിയത്. സത്യത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. മിണ്ടിയില്ല, CPM മിണ്ടിയില്ല, കോൺഗ്രസ് മിണ്ടിയിട്ടില്ല, കയ്യേറ്റക്കാരും മിണ്ടിയില്ല. കാരണം ഒരുപാട് ഒച്ച വെച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചാലോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നഗരസഭ പരിശോധിക്കുകയാണ് അവിടെ നിർമ്മിക്കുന്ന കടമുറികളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ സ്ഥിതി ആരോഗ്യകരമാണോ, മനുഷ്യന് ആരോഗ്യകരമായി ജീവിക്കാൻ പറ്റുന്ന, ഇടപെടാൻ പറ്റുന്ന സ്ഥലമാണോ, അതുകൊണ്ടാണ് വെന്റിലേഷൻ ഉണ്ടോ, എയർ ഹോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു മേയർ ഉണ്ട് കേട്ടോ. കേരളത്തിൽ മേയർമാർ എവിടെയൊക്കെ ഉണ്ടെന്നറിയോ പ്രിയപ്പെട്ടവരെ? തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊല്ലത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഇവിടെയൊക്കെ മേയർമാരുണ്ട്. ഈ മേയർമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെന്താ ചെയ്യുന്നത്? രാജേഷ് വന്ന ദിവസം മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി, ഒരു നഗരമാക്കി മാറ്റാനുള്ള അക്ഷീണമായ പ്രവർത്തനത്തിലാണ്. നഗരത്തിലെ വെള്ളക്കെട്ടുകൾ മാറ്റി. ഇവിടെ ഇന്ത്യ ലൈവിൻ്റെ സ്റ്റുഡിയോയിലേക്ക് രാജേഷ് വന്നിരുന്നു. എന്നോട് ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ രാജേഷ് പറഞ്ഞത്, ഞാൻ ആദ്യം പട്ടിയെ പിടിക്കാനാണ് പോകുന്നത്. കാരണം കേരളത്തിലെ ഒരു വലിയ സാമൂഹ്യ വിപത്താണ് ഈ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ ആക്രമണം. എത്ര കുട്ടികൾക്കാണ്, എത്ര മുതിർന്നവർക്കാണ് പരിക്കേറ്റത്? മനുഷ്യർ മൃതപ്രായരായിട്ടുണ്ട്. കേരളത്തിലെ നഗരസഭകൾ, പഞ്ചായത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ അനുകൂല വിധിയും വന്നിട്ടുണ്ട്. ഈ നായ്ക്കളെയൊക്കെ, ഏറ്റവും അപകടകാരിയായ നായ്ക്കളെ കൊല്ലാം, ബാക്കിയുള്ളവരെ ഷെൽട്ടർ ഹോംസുകൾ ഉണ്ടാക്കി പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര നഗരസഭകൾ, എത്ര പഞ്ചായത്തുകൾ അത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ രാജേഷ് ആ വാക്ക് പാലിച്ചു. തിരുവനന്തപുരം ക്ലീൻ ആക്കാനുള്ള പരിപാടി തുടങ്ങി. ആറ്റുകാൽ പൊങ്കാല ഈ വർഷം ഒരു പ്രശ്നവുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വൈറലായിരുന്നു. പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ കൊള്ളയടിക്കുന്ന ചില ആളുകളുടെ അടുത്തേക്ക് മേയർ ചെന്നിട്ട്, എന്താണ് ഈ പാർക്കിംഗ് ഫീസിൻ്റെ പേരിലുള്ള കൊള്ള എന്ന് ചോദിച്ച് നടത്തുന്ന ഇടപെടൽ. അപ്പോൾ ഇങ്ങനെയും നാട് ഭരിക്കുക. അപ്പോൾ കേരളത്തിൽ ആകെ ഒരു MP ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ 20 MP കുറിച്ച് നിങ്ങൾ കേൾക്കുന്നില്ല.
കെ.സി. വേണുഗോപാലിനെ നമ്മൾ ഒരുപാട് കേട്ടു. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ നടത്തിയ ഒരു നാടകത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കെ.സി. വേണുഗോപാൽ എം പി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതിനുശേഷം ഒരു എം.പിയുടെ പേരും കേൾക്കാനില്ല, ഒരു തുമ്പിയെയും ഇവിടെ കാണാനില്ല. എല്ലാവർക്കും വേണ്ടത് സുരേഷ് ഗോപിയാണ്. മാധ്യമങ്ങളൊക്കെയാണ് ക്യാമറയായിട്ട് നടക്കുകയാണ്. സുരേഷ് ഗോപി എങ്ങനെ പോകുന്നു, എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. കേരളത്തിലെ മറ്റ് കോർപ്പറേഷനിൽ ആരും നോക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിലാകെ ഒരു കോർപ്പറേഷൻ, അത് വി രാജേഷ്, മേയറായിട്ടുള്ള കോർപ്പറേഷൻ. ഓക്കെ, പക്ഷേ വി രാജേഷ് ചെയ്യുന്നതിൻ്റെ 100-1 പണി ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാസങ്ങളായല്ലോ. കേരളത്തിലെ ഏത് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്? കൊച്ചി മേയറുടെ പേരെന്ന് വന്നു കേട്ടോ. കൊച്ചി മേയറുടെ പേരെന്ന് പറഞ്ഞ ഒരാളുടെ നിന്ന് കൈക്കൂലി മേടിച്ച കേസിൻ്റെ പേരിലുള്ള അന്വേഷണവുമായി, വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു. അതല്ലാതെ മറ്റു മേയർമാരുടെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ബി.ജെ.പിക്ക് നിങ്ങളുടെ അധികാരം കൊടുത്താൽ കേരളത്തിൻ്റെ ആദ്യത്തെ എം.പി ആയി രാജ്യസഭയിൽ വന്ന കാലം, കേരളത്തിൽ മലയാളിയായിട്ടുള്ള എം.പി ആയി രാജ്യസഭയിൽ വന്ന 6 വർഷക്കാലം സുരേഷ് ഗോപി കേരളത്തിലെ മുഴുവൻ പേരുടെയും എം.പി ആയി, കേരളത്തിൻ്റെ മൊത്തം എം.പി ആയി പ്രവർത്തിച്ചു. നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി പോയി. കേരളത്തിൽ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയെ കണ്ടാൽ കാര്യം നടക്കും എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കേരളത്തിൽ ആകെ ഒരു എം പി ഉള്ളൂ. മറ്റ് 19 എം പിമാരെ നിഷ്പ്രഭമാരാക്കിക്കൊണ്ട് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നു. ഇനിയിപ്പോൾ കേരളത്തിന് 3 MLA കിട്ടിയിട്ടുണ്ട്. അവരും ചെയ്യാൻ പോകുന്ന ഒരു തർക്കവുമില്ല, കേരളത്തിലെ മറ്റു 137 MLA മന്ത്രിമാരുൾപ്പെടെയുള്ള MLA നിഷ്പ്രഭരാക്കുന്ന തരത്തിൽ കേരളത്തിലെ 3 BJP MLA രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും ചാത്തന്നൂരെ നമ്മുടെ ഗോപകുമാറും അടക്കമുള്ളവർ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പാണ്. ആദ്യത്തെ ദിവസം ഗോപകുമാർ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗം തന്നെ വല്ലാതെ വൈറലായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടു. എത്ര അവധാനതയോടെ, എത്ര റെസ്പെക്റ്റോടെ, എത്ര കരുതലോടെയാണ് BJP MLA സംസാരിച്ചത്. അപ്പോൾ കേരളത്തിൽ BJP ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി കേരളം BJPക്ക് കൊടുത്ത അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുകയാണ്. രാജേഷിനെ സംബന്ധിച്ച്, രാജേഷ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം തരത്തിലാണ് ഈ ഇടതുപക്ഷം ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ട് എടുക്കാച്ചാക്കായ കീറച്ചക്കായ CPM എന്നുള്ള പാർട്ടി ചെയ്തത്. അവർ വന്നപ്പോൾ തൊട്ട് BJP കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് വെള്ളം അയക്കത്തില്ല, വാട്ടർ അതോറിറ്റിക്കാരെ കൊണ്ട് പൈപ്പുകൾ പൊട്ടിക്കും. പൊങ്കാലയ്ക്ക് തൊട്ടു മുമ്പ് ജലവിതരണം തടസ്സപ്പെടുത്തി വാട്ടർ അതോറിറ്റിയിലിരിക്കുന്ന CPM കങ്കാണികൾ, കിങ്കരന്മാർ. ഒടുവിൽ രാജേഷ് ഇടപെട്ട് എന്ത് ചെയ്തു? ടാങ്കർ ലോറികളിൽ വെള്ളമടിച്ച് കൃത്യമായി ഒരു തുള്ളി വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവാതെ പരിഹരിച്ചു. ഒരു ആര്യ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ മേയറാക്കി വെച്ചിരുന്നല്ലോ. എന്തൊക്കെയാണ് പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നത്? എന്നിട്ടോ കൃത്യമായി പരിപാടി കഴിഞ്ഞിട്ട്, ആറ്റുപാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അവിടെ ക്ലീനിങ്ങും ഒക്കെ നടത്തി മികച്ച മാതൃകയാക്കി. എന്നിട്ട് ക്ലീനിങ്ങിന് തൊട്ട് മുമ്പുള്ള ഫോട്ടോ എടുത്തിട്ട് ഇതാണ് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് ഈ അന്തം കമ്മികൾ അർമാദിച്ചു. പക്ഷേ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തിന് പുറത്ത് കണ്ണൂരോ കാസർഗോഡോ മലപ്പുറത്തോ ഇരിക്കുന്ന ആളുകൾ കണ്ടില്ലേ, തിരുവനന്തപുരം കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണമെന്ന് വളരെ ദിശാബോധത്തോടെ പ്രവർത്തിക്കുകയാണ് വി രാജേഷിനെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് BJPയുടെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന കാലം മുതൽ രാജേഷിനെ നമ്മൾ സാഗൂതം കാണുന്നുണ്ട്. വളരെ ഫയർ ബ്രാൻഡായിട്ടുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ രാജേഷ് മേയറായതിനു ശേഷം രാജേഷിന് വന്നിട്ടുള്ള ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്തൊരു ഇരുത്തം വന്ന ഭാഷ, ഇരുത്തം വന്ന പ്രവൃത്തി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ പത്തനാപുരത്തെ പഴയ MLA ഉണ്ടല്ലോ, പെണ്ണുകേസിലെ പ്രതിയൊക്കെ ആയിരുന്ന, എല്ലാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് പെണ്ണുകേസ് വരുന്ന ഒരാൾ. ആ ചങ്ങായി എന്താ പറഞ്ഞത്? വേണ്ടി വന്നാൽ ഞങ്ങൾ നഗരസഭ കൊടുത്തിട്ടുള്ള മറ്റേ ഇലക്ട്രിക് ബസ്സുകളൊക്കെ കൊണ്ടുപോകാൻ പറയുന്നതൊക്കെ പറഞ്ഞ് ഇടാൻ സ്ഥലം കോർപ്പറേഷനുണ്ട് എന്നൊക്കെ വളരെ കൂളായി പറയുകയും ഒരു കൺഫെഡറേഷന് പോവാതെ കാര്യങ്ങൾ പറയുകയും, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എനിക്ക് മുമ്പുള്ള മേയർ നിങ്ങളുടെ ആയിരുന്നല്ലോ, ആ മേയറുമായിട്ട് നഗരസഭ ഉണ്ടാക്കിയ കരാർ പാലിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ പക്വതയോടെ ഗണേശൻ എന്ന് പറയുന്ന ഈ ഗണേഷ് കുമാറിനേക്കാളും വളരെ നന്നായിട്ട് ആ കാര്യം ഡീൽ ചെയ്ത് കയ്യടി വാങ്ങിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാജേഷിൻ്റെ കയ്യിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം സുഭദ്രമാണെന്ന് ഉറപ്പിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കവടിയാറ്, വെള്ളയമ്പലം, ചാക്ക, പിന്നെ ഓൾ സയൻസ് റോഡ്, കേശവദാസപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ അനധികൃതമായിട്ടുള്ള ഈ കാറ്ററിംഗ് യൂണിറ്റുകാരും ഒക്കെ റോഡിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അതെല്ലാം വൃത്തിയാക്കാൻ, ഒഴിപ്പിക്കേണ്ടിടത്തെല്ലാം ഒഴിപ്പിക്കാൻ ഇനിയും നഗരസഭ മുന്നോട്ട് പോകുമെന്ന് വളരെ കൃത്യമായി തിരുവനന്തപുരം മേയർ പറഞ്ഞിട്ടുണ്ട്. ബുൾഡോസർ രാജ് കേരളത്തിലും നടക്കും. കേരളത്തിൻ്റെ ബുൾഡോസർ ബാബയായി രാജേഷ് മാറുമെന്ന്
വേ തെളിയിച്ചിരിക്കുക. വേണ്ടി വന്നാൽ എവിടെയും പറ്റൂന്നേ. സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെ സ്ഥലം കയ്യേറി രാഷ്ട്രീയക്കാരുടെ മതസംഘടനകളുടെ പിൻബലത്തോടെ ഇരിക്കുന്നവർ എക്കാലവും അങ്ങ് സുഖമായി ഇരിക്കാമെന്ന് കരുതിയിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. നമ്മളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കൊൽക്കത്ത വിമാനത്താവളത്തിൻ്റെ രണ്ടാമത്തെ റൺവേയോട് ചേർന്നിരിപ്പുണ്ട് ഒരു മസ്ജിദ്. വിമാനത്താവളം ഉണ്ടായ കാലം മുതലുള്ളതാണ്, അല്ലെങ്കിൽ അതിനും മുമ്പുണ്ടായതാണ് എന്ന് പറഞ്ഞ് വിമാനത്താവളത്തിൻ്റെ റൺവേ ഇരിക്കുമ്പോൾ അത് പൊളിച്ചു മാറ്റണ്ടേ? 3 മുഖ്യമന്ത്രിമാർ അത് അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. സുബൈന്ദ് വന്നപ്പോൾ പറഞ്ഞു അപകടത്തിന് സാധ്യതയുണ്ട്, രണ്ടാമത്തെ റൺവേ പൂർണ്ണ തോതിൽ ഉപയോഗിക്കണം, വലിയ ബോയിങ് വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റുന്നില്ല, പൊളിക്കണം. പള്ളി അധികൃതരെ, മോസ്കിൻ്റെ അധികൃതരെ വിളിച്ചിട്ട് സംസാരിച്ചു, ആലോചിച്ചിട്ട് തീരുമാനം പറയാൻ പറഞ്ഞു. ഇല്ലെങ്കിലോ ഒരു ബുൾഡോസർ മുരൾച്ചയോടെ അങ്ങോട്ട് വരും. ഇത് പക വീട്ടാനല്ല, നാടിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ രാജേഷ് നൽകുന്ന ഒരു പാഠം കേരളത്തിൽ മേയർ സ്ഥാനത്തിരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായി വി രാജേഷ് മാറുകയാണ്. ഏതായാലും രാജേഷിന് കൈയടിക്കാം. കേരളത്തിലും ബുൾഡോസർ ഉരുളും, ബുൾഡോസർ മുരളും, ബുൾഡോസർ തവിടുപൊടിയാക്കും. അത് നിയമം ലംഘിക്കുന്ന ആളുകൾക്കെതിരെയാണ്. ഏതായാലും വളരെ നല്ല കാര്യം. പ്രിയപ്പെട്ട രാജേഷ്, അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ നിരന്തരം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഇന്ത്യ ലൈവ് എന്നും ഉണ്ടാവും. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്തേക്കണേ.